ഹായ് ഫ്രണ്ട്സ്, ടി ടി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെയധികം വീഡിയോകളും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇതിൽ നിന്നും ഏതാനും ചില പോയിന്റുകൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുന്നോടിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ എന്താണ് നമുക്ക് കോൺസെൻട്രേഷൻ എന്നൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ശ്രദ്ധ ഒരേ ഒരു കാര്യത്തിലായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മനസ്സ് ഒരു പറന്നു നടക്കുന്ന പൈലറ്റിനെ പോലെയാണ്. അപ്പോൾ അതിനെയെല്ലാം, ആ ശ്രദ്ധകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നേർരേഖയിൽ കൊണ്ടുപോവുകയാണ് കോൺസെൻട്രേഷൻ്റെ ലക്ഷ്യം. അപ്പോൾ ലോകത്ത് നല്ലൊരു ശതമാനം ആളുകളുടെയും വലിയൊരു പ്രശ്നമാണ് കോൺസെൻട്രേഷൻ ഇല്ലായ്മ എന്നുള്ളത്. എന്നാൽ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ശ്രദ്ധ വളരെയധികം വേണ്ട ഒരു വസ്തുതയുമാണ്. മനസ്സും ശരീരവും ഒരേപോലെ സിങ്കാകുമ്പോഴാണല്ലോ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഹൈ ജമ്പ് ചാടാൻ നിൽക്കുന്ന അത്ലറ്റിന് അയാളുടെ തുടക്കത്തിൽ അയാൾ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഏത് കാര്യം ചെയ്യുന്നതിനും കോൺസെൻട്രേഷൻ വളരെ അത്യാവശ്യമാണ്. കോൺസെൻട്രേഷൻ നല്ല രീതിയിലുള്ളവർക്ക് മിസ്റ്റേക്കുകൾ കുറയുകയും പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഹൈ ജമ്പിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്ന ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാര്യമായ കോൺസെൻട്രേഷനാണ് അയാളുടെ പെർഫോമൻസിന് മെയിൻ കാരണം. പെർഫോമൻസ് കൂടാൻ വളരെ അത്യാവശ്യമാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ലോകത്ത് ഏത് തരത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും കോൺസെൻട്രേഷൻ കൂടേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ലെവൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി നമുക്കൊന്ന് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ഇതിൽ ഒന്നാമതായി പറയാൻ കഴിയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ നമുക്കറിയാം, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നതാണ്. എന്നാൽ മെഡിറ്റേഷൻ ഒരിക്കലും ഒരു കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ലോകത്ത് വളരെയധികം മെഡിറ്റേഷൻ മെത്തേഡുകൾ അവൈലബിൾ ആണ്. നമുക്ക് അതിൽ ഉതകുന്ന ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ മെത്തേഡ് നമ്മൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നതാണ്. രണ്ടാമതായി പറയാൻ കഴിയുന്ന കാര്യം സ്ഥിരമായി എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സർസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലിലും അത് കാര്യമായ മാറ്റം വരുത്തും എന്നുള്ളതാണ്. ഇതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ. കാരണം യോഗ ശരീരത്തിന് മാത്രമല്ല, കോൺസെൻട്രേഷൻ ലെവലിലും, അത് മാനസികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വളരെ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, എക്സർസൈസ് പെടുന്നതാണ് നമുക്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോൾ നമ്മൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പ് എണ്ണി നടക്കുക. അത് നമ്മൾ കോൺസെൻട്രേഷൻ ലെവലും വർദ്ധിക്കാൻ വളരെ സഹായകരമാണ്. അതുമാത്രമല്ല, നമ്മൾ സ്റ്റെയർ കയറുകയാണെങ്കിൽ ഓരോ സ്റ്റെയറും നമ്മൾ എണ്ണി വയ്ക്കുന്നതും കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കാൻ ഉള്ളൊരു സഹായകരമായ ഒന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ ട്രെഡ്മില്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കാതെയോ സിനിമ വാച്ച് ചെയ്യാതെയോ നമ്മൾ ഓടുന്ന ട്രെഡ്മില്ലിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നതാണ്. ഇതിൽ കോൺസെൻട്രേഷൻ കൂടാനുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആസൂത്രിതമായി ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 25 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 4 സൈക്കിൾ കഴിയുമ്പോൾ ഒരു വലിയൊരു ബ്രേക്ക് എടുക്കുക. ഒരു 15-30 മിനിറ്റ് ബ്രേക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നതാണ്. കോൺസെൻട്രേഷൻ കൂടാനുള്ള നാലാമത്തെ പോയിന്റ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത് ഉറക്കമാണ്. അപ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഓർമ്മശക്തിയുമായിട്ടുള്ള വീഡിയോയിൽ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഉറക്കം മെയിനാണ്. മനുഷ്യന് ഒരു കോൺസെൻട്രേഷൻ കൂടുന്നതിനും ഡെയിലി ഉള്ള ഒരു 7-8 മണിക്കൂറുള്ളൊരു റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്.
അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് നമുക്ക് ഒന്നിനും ഒരു ഫോക്കസ് കിട്ടാത്തൊരവസ്ഥയാണ്, കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ മനുഷ്യൻ്റെ സന്തുലിതാവസ്ഥയെ പോലും കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് ഉറക്കം എന്നുള്ളത്. നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അഞ്ചാമത്തെ പോയിൻ്റായി പറയാൻ കഴിയുന്നത് ചെറിയ ചെറിയ ചലഞ്ചുകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചലഞ്ചുകൾ എന്ന് പറയുന്നത് മനക്കണക്കുകളാണ് ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതായത് റിവേഴ്സ് ഓർഡറിലുള്ള മനക്കണക്കുകൾ പാറ്റേണുകൾ നമ്മളൊന്ന് ആലോചിക്കുക. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് എണ്ണാതെ 1, 2, 3 അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എണ്ണാതെ, ഇപ്പോൾ നമുക്ക് എണ്ണാം 100, 99, 98, 97 എന്നിങ്ങനെയോ, അല്ലെങ്കിൽ 100, 98, 96 അങ്ങനെ 2ൻ്റെയോ അല്ലെങ്കിൽ 3ൻ്റെയോ, അതായത് 100, 97, 94 എന്നിങ്ങനെയുള്ള പാറ്റേണുകൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് ലെവൽ ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ്. അതായത് ഇതുപോലെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പാറ്റേണുകൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഇൻവോൾവ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലും വർദ്ധിക്കുന്നതാണ്. ആറാമത്തെ പോയിൻ്റായി പറയാൻ കഴിയുന്നത് എന്തെങ്കിലും ചെറിയ മൂവ്മെൻറ്റുകളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ്, നമുക്ക് സിമ്പിളി ചെയ്യാൻ കഴിയുന്ന മെത്തേഡാണ് നമ്മുടെ വാച്ചിലെ സെക്കൻഡ് സൂചി, അല്ലെങ്കിൽ വാച്ചിലെയോ ക്ലോക്കിൻ്റെയോ ടൈം പീസിൻ്റെയോ സെക്കൻഡ് സൂചി ഫോക്കസ് ചെയ്തിരിക്കുക എന്നുള്ളത്. അതായത് ക്ലോക്കിൽ നമുക്കറിയാം, വാച്ചിലും നമുക്കറിയാം 3 സൂചികളാണുള്ളത്. അതിൽ സ്പീഡിൽ കറങ്ങുന്ന സൂചിയാണ് സെക്കൻഡ് സൂചി. അപ്പോൾ ആ സെക്കൻഡ് സൂചിയുടെ മൂവ്മെൻറ്റ് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോക്കസ് കട്ടാവും, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക. എങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലും വർദ്ധിക്കുന്നതാണ്. ഏഴാമത്തെ പോയിൻ്റായി പറയാൻ കഴിയുന്നത് ചെറിയ ടാർഗറ്റുകൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു എന്തെങ്കിലും പഠിക്കാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ചിന്തിക്കാതെ, അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ, നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പായി ചെയ്യാൻ കഴിയുന്നതെന്ന് ചെറിയ രീതിയിലൊന്ന് അതിനെ ചെറിയ രീതിയിൽ ഗണ്ണിച്ച്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ രീതിയിലാക്കി ഗണ്ണിച്ചതിന് ശേഷം അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തതിലോട്ട് ഫോക്കസ് ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇതുമായി ബന്ധപ്പെടുത്തി കോൺസെൻട്രേഷൻ ലെവലും വർദ്ധിക്കുന്നതാണ്. എട്ടാമത്തെ പോയിൻ്റായി പറയാൻ കഴിയുന്നത് നമ്മൾ എവിടെയെങ്കിലും ശാന്തമായിരിക്കുക, കണ്ണുകൾ അടച്ച് ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുറ്റിലും ഉള്ള സൗണ്ടുകൾ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ശബ്ദമുണ്ടാവാം, ആളുകൾ സംസാരിക്കുന്ന ശബ്ദമുണ്ടാവാം, കിളികളുടെ ശബ്ദങ്ങളുണ്ടാവാം, അങ്ങനെ പല പല ശബ്ദങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ ശബ്ദങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കാൻ സഹായകമായേക്കാവുന്ന 8 പോയിന്റുകളാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആദ്യമായി പറഞ്ഞത് ഞാൻ മെഡിറ്റേഷനാണ്, രണ്ടാമതായി പറഞ്ഞത് എക്സർസൈസാണ്, മൂന്നാമതായി പറഞ്ഞത് ആസൂത്രിതമായ ബ്രേക്ക് എടുത്ത് ജോലി ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്നതാണ്, നാലാമതായി പറഞ്ഞത് ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്, ഒരു 7-8 മണിക്കൂറുള്ള ഉറക്കം, അഞ്ചാമതായി പറഞ്ഞ ചെറിയ ചെറിയ ചലഞ്ചുകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ആറാമതായി പറഞ്ഞ ചെറിയ മൂവ്മെൻറ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, ഏഴാമതായി പറഞ്ഞ ചെറിയ ടാർഗറ്റുകൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ്, എട്ടാമതായി പറഞ്ഞത് ശാന്തമായി ഒരിടത്ത് ഇരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ട് ചുറ്റിലുമുള്ള ശബ്ദങ്ങളെ ശ്രവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്നോണം നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായകമാകും. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് യുവർ ഗോൾസ് ഗ്രൗണ്ടഡ് ഇൻ റിയാലിറ്റി. താങ്ക് യു.